സ്വാഗതം. ഇന്ന് നമ്മൾ 2024 നടന്ന കൂലി വർക്കേഴ്സ് പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. വരുന്ന LDC പരീക്ഷകൾക്ക് ഉപകരിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമമേത്? ഉത്തരം റൗലറ്റ് ആക്ട്. രണ്ടാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യാന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഉത്തരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 ഉൾക്കൊള്ളുന്നത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനയുടെ ഭേദഗതി മൂലമാണ്? ഉത്തരം 44. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് 44 ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഒൻപതാമത്തെ ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലികാവകാശങ്ങളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിനായി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് നിയമിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാരെ? ഉത്തരം രാഷ്ട്രപതി. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂരിൽ വെച്ചാണ് 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന സാമൂഹിക സംഘടന രൂപീകരിച്ചത്. 13ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിലെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. അടുത്ത ചോദ്യം, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ C ആണ്. മറ്റ് 3 ഓപ്ഷനുകളും ശരിയാണ്. 17ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല? ഉത്തരം കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. 18ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഉത്തരം പോറ്റി ശ്രീരാമലു ആണ് പുനർസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉൾപ്പെടാത്ത വ്യക്തി പോറ്റി ശ്രീരാമലു ആണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഉത്തരം 1, 2, 3 ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 20ാമത്തെ ചോദ്യം, 2ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും കടമെടുത്തതാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് APJ അബ്ദുൽ കലാം. 23ാമത്തെ ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത? ഉത്തരം ഓപ്ഷൻ B ജിലമോൾ മാരിയറ്റ് തോമസ്. 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ടീമിനെയാണ്? ഉത്തരം ശ്രീലങ്കയാണ് 2023 ഏഷ്യൻ കപ്പ് ക്രിക്കറ്റിൽ പരാജയപ്പെടുത്തിയത്. 25ാമത്തെ ചോദ്യം, വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഉത്തരം 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. 27ാമത്തെ ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളുമായി ചിതറിക്കിടക്കുന്നത്. 28ാമത്തെ ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ഉത്തരം ചൈന. 19ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ചാണ് നടന്നത്.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 30ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തരം ഓപ്ഷൻ സി, ഉത്തര മഹാസമുദ്രം. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ട. 32ാമത്തെ ചോദ്യം, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഉത്തരം 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഉത്തരം പുന്നമട കായലിൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941. 39ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്? എ.ജെ. ദേശായി. എ.ജെ. ദേശായിയാണ് കേരള ചീഫ് ജസ്റ്റിസ്. 40ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം മേഘാലയ. 42ാമത്തെ ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് വർഷം? ഉത്തരം 1973. 43ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖറാണ് 14ാമത് ഉപരാഷ്ട്രപതി. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഉത്തരം ഓർബിറ്റർ. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത്? അമിത ഷെർഗിലിൻ്റെ ചിത്രം ഗ്രാമീണ ജീവിതം. 46ാമത്തെ ചോദ്യം, ചരക്കു സേവന നികുതി അഥവാ GST എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം ജൂലൈ 1, 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം പ്രേംചന്ദ്. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദാണ്. 48ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഏഷ്യ. ഏഷ്യയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. 49ാമത്തെ ചോദ്യം, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം അല്ലു അർജുൻ. അല്ലു അർജുനാണ് 66ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം കാലം സാക്ഷി. കാലം സാക്ഷി എന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. 51ാമത്തെ ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. 52ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്. 53ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. കോമ്പറിലെ ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ശരിയായ ജോഡി. 54ാമത്തെ ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയർ. പയറിൻ്റെ സങ്കര ഇനമാണ് ലോല. 55ാമത്തെ ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം കണ. ഇത് ഏത് അപര്യാപ്ത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം കണ. 56ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഉത്തരം 2 മാത്രം. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. 57ാമത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. 58ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായത്? ഉത്തരം 2023. മില്ലറ്റ് വർഷമായി ആചരിക്കുന്നത് 2023. 59ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ഉത്തരം ആർദ്രം. 60ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഉത്തരം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതിയോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. 61ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഉത്തരം കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്നത്. 62ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണം ഏത്? ഉദാഹരണമല്ലാത്തത് ജയൻ്റ് വീലിൻ്റെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയം. 64ാമത്തെ ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT16
ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഉത്തരം ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്ററിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 67ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം ചിക്കൻ പോക്സ്. 68ാമത്തെ ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏത്? ഉത്തരം വവ്വാൽ. നിപ്പ വൈറസ് പകരുന്നത് വവ്വാലിലൂടെയാണ്. 69ാമത്തെ ചോദ്യം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ? ഉത്തരം ഡയബറ്റീസ് മെലിറ്റസ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം? ഉത്തരം ഇരുമ്പ്. 71ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്? ഉത്തരം സ്ഫിഗ്മോ മാനോമീറ്റർ. മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയേത്? ഉത്തരം പ്രമേഹം. എയ്ഡ്സ് രോഗത്തിൻ്റെ കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഉത്തരം ലിംഫോസൈറ്റ്. എയ്ഡ്സ് അണുബാധ ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളിൽ അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ. 75ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങളെ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ബാലമിത്ര. 76ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത്? ഉത്തരം കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. എയ്ഡ്സ് രോഗം കൊതുക്, ഈച്ച ജീവികളിലൂടെ പകരില്ല. 77ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായി നിയമിതമായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഉത്തരം ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസർ. 78ാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി നേടിയ നഗരമേത്? ഉത്തരം കൊൽക്കത്ത. 79ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തുടങ്ങനാട്. തുടങ്ങനാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ സ്പേസ് പാർക്ക് ആരംഭിച്ചത്. 80ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഉത്തരം സി 28%. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി 28%. ഇതോടെ 80 ജനറൽ ചോദ്യങ്ങൾ നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.